സാമ്പത്തിക സഹായം അടക്കമുള്ള വിഷയങ്ങളിലെ കേന്ദ്രാവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ പ്രതിഷേധ സമരം ഡൽഹിയിൽ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ വേദിയിലുണ്ട്. കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ബി സർക്കാർ വിവേചനം കാണിക്കുന്നു എന്ന് സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് കർണാടക കോൺഗ്രസ്. ജന്തർ മന്ദറിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, കേരള ഹൗസിൽ നിന്നും കെ ആർ ഗോപികൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം കെ ആർ ഗോപികൃഷ്ണൻ, അവിടെ കേരള ഹൗസിൽ കേന്ദ്ര നയം തിരുത്തുക എന്ന ഒരു വലിയ ബാനറൊക്കെ ഉണ്ടായ ദിവസമാണ് ഇന്ന് കർണാടക, നാളെ കേരളം. പക്ഷേ ഉന്നയിക്കുന്ന ആവശ്യം ഒരേ ആവശ്യമാണ്. അടുത്ത കാലത്ത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഡൽഹിയിൽ സമരം നടത്തിയ ഒരു കാലമുണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി വളരെ സിഗ്നിഫിക്കന്റ് ദിവസങ്ങളുമാണ്. കെ ആർ ഗോപികൃഷ്ണൻ. ഹാഷ്മി, തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള കേന്ദ്ര വിരുദ്ധ പ്രതിഷേധത്തിന് കേരളം ഒരുങ്ങുകയാണ്. നമുക്കറിയാം, രാജ്യവ്യാപകമായി ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെടുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം കേരളത്തിൻ്റെ ഈ പ്രതിഷേധ സമരത്തെ, നാളെ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്ന കേരള സർക്കാരിൻ്റെ ഈ പ്രതിഷേധ സമരത്തെ കാണാൻ. നമുക്കറിയാം, ഈ നികുതി വിഭജനവുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ തുടർച്ചയായി കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ശക്തിപ്രകടനമാക്കി മാറ്റാൻ വേണ്ടിയാണ് കേരളം നാളത്തെ പ്രതിഷേധത്തെ ഉദ്ദേശിക്കുന്നത്. നാളെ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമായി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും 11 മന്ത്രിമാരും ഇതിനോടകം തന്നെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വൈകുന്നേരത്തോടു കൂടി എത്തും. മറ്റു മന്ത്രിമാരും വരുന്ന മണിക്കൂറുകളിൽ ഡൽഹിയിൽ എത്തിച്ചേരും. നമുക്കറിയാം, ഈ പ്രതിഷേധ സമരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി ഇതിനെ നമുക്ക് ഒരു ഭാഗത്ത് വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നേരിടുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ ഇതിനെ മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അതിന് ചില വിലങ്ങ് തടിയുണ്ട്. CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള സർക്കാരിനെ സംബന്ധിച്ച് BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി കെ ആർ ഗോപികൃഷ്ണനാണ് കേരള ഹൗസിൽ നിന്നും. കേരളത്തെ തകർക്കരുത് എന്ന ഒരു വലിയൊരു ബാനർ കേരള ഹൗസിന് മുന്നിൽ ഉയർന്ന അപൂർവ ഒരു കാഴ്ച കൂടി ഇന്ന് കേരള ഹൗസിൽ നിന്ന് കണ്ടു. ആ ബാനറാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ജന്തർ മന്ദറിൽ കർണാടകയുടെ സമരം അവിടെ തുടരുന്നു. നാളെയാണ് കേരളത്തിൻ്റെ സമരം. കോൺഗ്രസ് ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും ഡൽഹിയിൽ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തി അടുത്ത കാലത്തൊന്നും കാണാത്ത കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കെ ആർ ഗോപികൃഷ്ണൻ പറയും പോലെ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിഷേധം നാളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിലെത്തി. മുഖ്യമന്ത്രി വൈകിട്ട് 4-ന് കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും.